നമസ്കാരം. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് നിർണായക നീക്കങ്ങളിൽ. തമിഴ്നാട് തേനി ഉത്തമപാളയം സ്വദേശി രാമകൃഷ്ണനാണ് പെരുവന്താനം പോലീസിന്റെ പിടിയിലായത്. ഉത്തമപാളയം സ്വദേശിയായ നാട്ടിൽ സ്വന്തം വക്കീൽ ഓഫീസുള്ള പ്രതിയാണ് അറസ്റ്റിലായത്. വർഷങ്ങളായി ഇയാൾ പ്രോസിക്യൂട്ടർ എന്ന രീതിയിലാണ് ജീവിക്കുന്നത്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇയാൾ മാന്യനായ വക്കീലാണ്. പോലീസ് പിടിയിലാകുമ്പോഴും ഇയാൾ വക്കീൽ വേഷമാണ് ധരിച്ചിരുന്നത്. എന്നാൽ ഇയാൾ മോഷ്ടാവാണെന്ന കാര്യം നാട്ടുകാർക്ക് അറിയില്ലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയിരുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവായിരുന്നു ഇയാൾ. തമിഴ്നാട് മധുര സ്വദേശിയായ ശരവണ പാണ്ഡ്യനെയാണ് തമിഴ്നാട്ടിലെ ഉത്തമപാളയത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 30ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. കഴിഞ്ഞ 29-ന് മുണ്ടക്കൈ 35 മൈൽ ബോയ്സ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ അറസ്റ്റിലായത്. ബോയ്സ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നതിനും ഒരാഴ്ച മുമ്പ് രാമപുരത്തും പിന്നീട് മുക്കുട്ടറ ക്ഷേത്രത്തിലും ഇയാൾ മോഷണം നടത്തിയിരുന്നു. മുക്കുട്ടറയിലെ മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇയാളെ പോലീസ് പിടികൂടുന്നത്. കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, എരുമേലി, പൊൻകുന്നം അടക്കമുള്ള സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ 14 കേസുകളുണ്ട്. ഗ്ലൗസ് ഉപയോഗിച്ചാകും മോഷണം, മൊബൈലും ഉപയോഗിക്കാറില്ല. തേനി ജില്ലാ കളക്ടർ ഭീഷണിപ്പെടുത്തിയതുൾപ്പെടെ നിരവധി കേസുകൾ ഇയാൾക്കെതിരെ തമിഴ്നാട്ടിലുണ്ട്. കേരളത്തിൽ മഴ തുടങ്ങുമ്പോൾ മാത്രമാണ് ഇയാൾ മോഷണത്തിനായി എത്തുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശ്രീകോവിൽ കുത്തി തുറന്ന് വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന 10,000 രൂപ വില വരുന്ന 1 ഗ്രാം സ്വർണ്ണത്താലിയും കാണിക്ക വഞ്ചികൾ കുത്തി തുറന്ന് നാണയങ്ങളും നോട്ടുകളും ഉൾപ്പെടെ 40,000 രൂപയുടെ മുതലുകൾ അപഹരിച്ച കേസിലായിരുന്നു അറസ്റ്റ്. 2009-ൽ കടകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയതിന് മുണ്ടക്കയം, കാഞ്ഞിരപ്പള്ളി, പാലാ, പൊൻകുന്നം പോലീസ് സ്റ്റേഷനുകളിൽ 14 കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. 2019-ൽ പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്ഷേത്രമോഷണം നടത്തിയതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. തമിഴ്നാട്, തഞ്ചാവൂർ, തേനി ജില്ലകളിലായി 13 മോഷണ കേസുകളിലും ഇയാൾ പ്രതിയാണ്. മെയിൽ ഇടുക്കി ജില്ലയിലെ പാമ്പനാർ, കോട്ടയം ജില്ലയിലെ രാമപുരം, ജൂണിൽ എരുമേലി, മുക്കുട്ടറ, ഈരാറ്റുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയതായി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഇയാൾ. പെരുവന്താനം ഇൻസ്പെക്ടർ ത്രിദീപ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സതീശൻ MR, സബ് ഇൻസ്പെക്ടർ സുബൈർ, സിവിൽ പോലീസ് ഓഫീസർമാരായ സുനീഷ് നായർ, തോമസ് എന്നിവരെ ഉൾപ്പെടുത്തിയ അന്വേഷക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത്.